അടുത്ത നമ്മൾ 25ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു ഡിസ്റ്റിങ്ക്ട് കോണിക്സ് x² + y² = 4b ആൻഡ് x² / 16 + y² / b² = 1 lies on the curve y² = 3x², then 3 root times the area of the rectangle formed by the intersection point is എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കോണിക് സെക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ രണ്ട് കോണിക്കിന്റെ കാര്യം പറയുന്നുണ്ട്, ഒരു സർക്കിളിന്റെ കാര്യവും പറയുന്നുണ്ട്, ഒരു എലിപ്സിന്റെ കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതാ സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് x² + y² = 4b അല്ലെ. ദെൻ ഇത് ലൈ ചെയ്യുന്ന കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, എന്താണ് y² = 3x² എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ y² = എന്നുള്ള ഈ വാല്യൂ നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ y² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, x² + 3x² = 4b എന്ന് വരും. ദെൻ 4x² = 4b എന്ന് വരും. അങ്ങനെയാണെങ്കിൽ x² വാല്യൂ നമുക്ക് കിട്ടി, എത്രയാണ്, b എന്ന് കിട്ടി. x² വാല്യൂ b കിട്ടുവാണെന്നുണ്ടെങ്കിൽ ദെൻ y² വാല്യൂ നമുക്ക് എത്ര കിട്ടും, y² വാല്യൂ നമുക്ക് 3b എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ. ദെൻ അടുത്ത നോക്കിക്കേ, നമുക്ക് നെക്സ്റ്റ് അടുത്ത സ്ലൈഡിലേക്ക് എഴുതാം. ദെൻ നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, x² / 16 + y² / b² = 1 എന്നല്ലേ. അപ്പം x²നും y²നും ഞാൻ കറസ്പോണ്ടിങ് ഇപ്പം കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. കാരണം എന്തുകൊണ്ടാണ്, ഈ സർക്കിളും അതുപോലെ തന്നെ എലിപ്സും എന്ത് ചെയ്യുന്നുണ്ട്, ആ കർവിൽ ലൈ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ x² വാല്യൂ എന്താണ്, x² വാല്യൂ b ആണ്. അപ്പോൾ b / 16 + y² എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 3b ആണ് അല്ലേ. 3b / b² = 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ b / 16 + 3/b = 1 ആണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ b² + 48 = 16b നമുക്ക് കിട്ടും. ക്ലിയർ ആണോ മക്കളെ. ദെൻ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഫോം ചെയ്യും അല്ലേ. -16b + 48 = 0 എത്ര വരും, 12ഉം 4ഉം ആയിരിക്കും നമുക്ക് വരുന്നത് അല്ലേ, റൂട്ട്സ് ആയിട്ട് വരുന്നത്. b - 12ഉം ദെൻ b - 4 = നമുക്ക് 0 എന്ന് കിട്ടും. ബിക്ക് നമുക്ക് 2 വാല്യൂ വരുന്നുണ്ട്, 12ഉം വരുന്നുണ്ട്, ബിക്ക് നമുക്ക് 4ഉം വരുന്നുണ്ട്. ഇതിൽ ഏത് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത് നോക്കാം. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ b = 4 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. b = 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും മക്കളെ, x² + y² = 4 × 4 16 വരും. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്തത് നമ്മുടെ ഇതിൻ്റെ ഇക്വേഷൻ നോക്കിയേ. ഈ ഇക്വേഷനകത്ത് നമ്മൾ b² = 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, x² / 16 + y² / 16 = 1 അതായത് x² + y² = 16 തന്നെ വരും. അപ്പം നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷനും എന്താവും, സെയിം തന്നെ ആവും. അപ്പോൾ അതെന്താ പറഞ്ഞത്, അത് കോയിൻസൈഡ് ചെയ്യും അല്ലേ. അപ്പം നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു റെക്ടാങ്കിൾ ഇവിടെ റെക്ടാങ്കിളിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു ഡിസ്റ്റിങ്ക്ട് കോണിക്സ് ലൈസ് ഓൺ ദ കർവ്, ദെൻ the area of the rectangle formed by the intersection point എന്നാണ് ചോദ്യം അല്ലേ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ. അപ്പം നമ്മുടെ സർക്കിളിൻ്റെയും അതുപോലെ തന്നെ എലിപ്സിൻ്റെയും ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് b = 4 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ദെൻ അപ്പോൾ നമ്മൾ ഏത് വാല്യൂ എടുക്കണം, b = 12 എന്ന് നമ്മൾ എടുക്കണം. ക്ലിയർ ആണോ. b = 12 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അറ്റ് b = എന്തുകൊണ്ടാണ് 4 എടുക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ അറ്റ് b = then 12 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് എന്ത് വരും, x² + y² = നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തായി മാറും, 4b എന്നാണ് അല്ലേ. അപ്പോൾ 4 × 12 അപ്പോൾ എത്ര വരും ഇടാം, 4 × 12 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 48 കിട്ടും. ദെൻ അടുത്തത് എലിപ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിന് x² / 16 + y² / b² 12² എന്ന് പറയുമ്പോഴത്തേന് 144 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, x² = 48 - y² എന്ന് ഞാൻ എഴുതുന്നു. എന്നിട്ട് ഇതിനകത്ത് x² പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുന്നത് നമുക്ക്, 48 - y² divided by 16 plus y² divided by 144 = 1 എന്ന് വരുന്നു അല്ലേ. ഇനി ഈ 16 നമ്മൾ 144 ആക്കണം, എന്ത് ചെയ്താൽ മതി, 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 9 × 48 - y² divided by ഡിനോമിനേറ്റർ എന്തായി 144 ആയിട്ടുണ്ട്, പ്ലസ് y² = നമുക്ക് എന്ത് വരും, 144 എന്ന് വരും. ദെൻ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് 9 × 48 ചെയ്യുമ്പോഴത്തേന് 432 വരും, -9y²
പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു 144 എന്ന് വന്നു. ഇനി നമ്മൾ ഇനി ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും 432 മൈനസ് 8y സ്ക്വയർ ഈക്വൽ ടു 144 എന്ന് കിട്ടും. അപ്പം ഇത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 432 144 കൂടെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും 8y സ്ക്വയർ ഈക്വൽ ടു 288 എന്ന് കിട്ടും. ദെൻ y സ്ക്വയർ ഈക്വൽ ടു 288 ഡിവൈഡഡ് ബൈ 8 നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും 36 എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും പ്ലസ് ഓർ മൈനസ് 6 എന്ന് കിട്ടും. ക്ലിയർ ആണോ? വൈയുടെ വാല്യൂ നമുക്ക് പ്ലസ് ഓർ മൈനസ് 6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 48 എന്നായിരുന്നു. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇപ്പോൾ എത്ര കിട്ടിയത് 36 എന്നാണ് അല്ലേ. അപ്പോൾ 36 ഈക്വൽ ടു 48 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും 12 എന്ന് കിട്ടും അല്ലേ. 12 എന്ന് കിട്ടും. ദെൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √12 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പം എക്സിൻ്റെയും അതുപോലെ തന്നെ വൈൻ്റെയും എന്ത് ചെയ്തിട്ടുണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ഒരു റെക്ടാംഗിൾ ഫോം ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് അല്ലേ. ശരിക്കും ആ റെക്ടാംഗിൾ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ദാ ഒരു സർക്കിൾ ഉണ്ട്. നമുക്ക് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ പറയുന്നുണ്ട്. അതേപോലെ ഒന്നുകൂടെ വരയ്ക്കാം. ആ റെക്ടാംഗിൾ ഫോം ചെയ്യുന്നത് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. നമുക്കിവിടെ ഒരു സർക്കിൾ ഫോം ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താടാ ഒരു എലിപ്സിൻ്റെ കാര്യവും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു എലിപ്സ് തന്നെ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. ഒരു എലിപ്സിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഫോം ഇത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു റെക്ടാംഗിൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു റെക്ടാംഗിൾ നമുക്കിവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഈ റെക്ടാംഗിളിൻ്റെ ഏരിയയുടെ √3 ടൈംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യനിൽ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ് കിട്ടുന്നത്? ഇപ്പം നമുക്ക് എക്സും വൈയും 2 പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 4 കോർഡിനേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെക്ടാംഗിളിൻ്റെ കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും വരുന്നത്? √12 6 എന്നുള്ള പോയിന്റ് ആയിരിക്കും വരുന്നത്. പ്ലസ് ആയിരിക്കുമല്ലോ. ഇതെന്തായിരിക്കും വരുന്നത്? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ദെൻ ഇതെന്തായിരിക്കും വരുന്നത്? 2 കോർഡിനേറ്റും എന്താണ്? മൈനസ് ആയിരിക്കും വരുന്നത് അല്ലേ. ഓക്കെ, -6. ദെൻ ഇതെന്തായിരിക്കും വരുന്നത്? എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റെക്ടാംഗിളിൻ്റെ എല്ലാ കോർഡിനേറ്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് റെക്ടാംഗിൾ ആണ് കേട്ടോ. റെക്ടാംഗിൾ ആയിട്ടാണ് വരുന്നത്. കണ്ടാൽ സ്ക്വയർ പോലെ ഇരിക്കും, പക്ഷേ ശരിക്കും റെക്ടാംഗിൾ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇതാണ് ലെങ്തും ബ്രെഡ്ത്തും നമ്മൾ പറയുന്നത് അല്ലേ. ലെങ്തും ബ്രെഡ്ത്തും പറയുമ്പോൾ നമുക്ക് ഈ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ. നോക്കിക്കേ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് ഫോമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. √12 മൈനസ് √12 എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ. ദെൻ അടുത്തത് 6 - 6 അല്ലേ. അപ്പോൾ എത്ര വരും? 6 - 6 എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് 12 ആണ് വരുന്നത്. 6 - -6 ആണ്. അപ്പോൾ അത് 12 ആണ് വരുന്നത്. 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ 144 ആണ് അതിൻ്റെ റൂട്ട് അല്ലേ. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ദെൻ ഇനി അടുത്തത് ഈ സൈഡ് കണ്ടുപിടിക്കണം. ഈ സൈഡ് നോക്കിക്കേ, ഇത് രണ്ടും -6 മൈനസ് -6 എന്ന് പറയുമ്പോൾ അത് 0 ആകും. ദെൻ √12 മൈനസ് √12 മൈനസ് √12 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 2√12 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ സൈഡ് എന്ന് പറയുന്നത് 2√12 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് റെക്ടാംഗിൾ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? നമുക്ക് 12 × 2√12 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ മക്കളെ? 12 × 3√12 എന്ന് കിട്ടും. ഓക്കെ, 12 × 2√12 എന്ന് കിട്ടും. ദെൻ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 48√3 എന്നായിരിക്കും കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 3√3 ടൈംസ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ എന്നാണ് അല്ലേ. അപ്പോൾ 3√3 ടൈംസ് അല്ലേ, ടൈംസ് ഏരിയ ഓഫ് റെക്ടാംഗിൾ. ഓക്കെ, അപ്പോൾ എന്ത് വരും? 3√3 × 48√3 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എത്ര വരും ആൻസർ? 432 എന്നായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ.